ശരിക്കും എനിക്ക് സേതു ഇതിന്റെ സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്ത സമയത്ത് ഇതിന്റെ ഒരു സാധ്യത പറഞ്ഞു തന്നിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞതും. ഇങ്ങനെ ഈ അതായത് ഒരു കുടുംബ കോടതിയിൽ ഇപ്പം കണ്ടവർക്ക് മനസ്സിലാവും, ആ കുടുംബ കോടതി കയറി കഴിഞ്ഞാൽ അതിന്റെ മൊത്തം അറ്റ്മോസ്ഫിയർ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കേസുകളായിട്ട് പല രീതിയിലുള്ള കേസുകൾ വരുന്നത് കാണാം. ഈ സിനിമ ഇപ്പൊ കണ്ടു കഴിഞ്ഞ് ഇത്രയും നേരത്തിനിടയിൽ വന്ന പല കോളുകളിലും നമുക്ക് അറിയാവുന്നവര്, നമ്മള് ഫ്രണ്ട്സിന് അറിയാവുന്നവര്, അവരെല്ലാം അനുഭവിച്ച പല കാര്യങ്ങളും പറഞ്ഞു പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ എനിക്ക് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റും എനിക്ക് സേതുവിന്റെ ആ റിസർച്ചിൽ തന്നെയാണ്. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണ്ടേ എന്ന് തോന്നിയിട്ടുള്ള ചില വിഷയങ്ങൾ, അപ്പൊ അതൊക്കെ തുറന്നൊരു സിനിമയിലൂടെ അതും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓഡിയൻസിന് കണക്ട് ആവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സേതു കാണിച്ചൊരു ധൈര്യമാണത്. ആദ്യമായി എല്ലാവർക്കും നന്ദി പറയുകയാണ്. പിന്നെ സിദ്ധാർത്ഥ പറഞ്ഞ പോലെ എനിക്കും നല്ലൊരു വേഷമാണ് സേതു തന്നത്. അത് സിനിമ കണ്ടിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഒരു ഫാമിലി ആയിട്ടാണ് കണ്ടത്. പിന്നെ കൊല്ലംകോട് നിന്നാണ് ആദ്യം വിളിക്കുന്നത്. കൊല്ലംകോട് നിന്ന് എൻ്റെ ആദ്യം തന്നെ ഫ്രണ്ടും കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നന്നായിട്ട് മൂവി വളരെ രസമുണ്ട്. കാരണം നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ പറയാത്തൊരു മേഖലയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. അത് നന്നായി വർക്കായിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഡയറക്ഷനാണ്, നല്ല സ്ക്രിപ്റ്റിംഗാണ്. പിന്നെ ഈ സിനിമ ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറയുന്നത്. കാരണം എൻ്റെ വൈഫ് ഞാനും കൂടിയാണ് സിനിമ കണ്ടത്. അപ്പോൾ ആ വൈഫ് പറഞ്ഞത് നല്ല രസമായിട്ടുണ്ട് സിനിമ, നല്ല ഭംഗിയായിട്ട് ഇത് സ്ത്രീകൾക്ക് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി മൂവിയാണ്. അതെല്ലാവരും കാണണം. എല്ലാവരും കണ്ടാൽ മാത്രം പോരാ. ജഗദീഷ് പറഞ്ഞ പോലെ എല്ലാവരോടും പറയണം, ഇത് നല്ലൊരു മൂവിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. താങ്ക് യു. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ഈ പലപ്പോഴും ഇപ്പൊ എന്നിലേക്ക് എത്തുന്നത് കോമൺ ഓഡിയൻസിന്, സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നെ കാണാൻ എപ്പോഴും ആളുകൾ ആഗ്രഹം കാണിച്ചിട്ടുള്ളത് അധികവും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ട്. ഒരു ലാർജർ ദാൻ ലൈഫ് സിനിമ ഉടനെ സംഭവിക്കും, അതിനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. So honored. Thank you. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരുടെ പ്രത്യേകതയാണ്. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ്സ് സംവിധായകർക്കുള്ളതാണ്. അവരാണ് എന്നെ കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യിക്കുന്നത്. അപ്പൊ എന്നെ കൊണ്ട് കൂടുതൽ ചെയ്യാൻ പറ്റും എന്ന് തോന്നിയാൽ കൂടുതൽ ടേക്സ് പോകാനോ കൂടുതൽ സമയം തരാനോ ഒക്കെ അവർ തയ്യാറാവുന്നത് കൊണ്ടാണ് അങ്ങനെ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ നല്ല മൊമെന്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പൊ അത് എൻ്റെ സംവിധായകനുള്ള ക്രെഡിറ്റ് ആണത്. അത് അങ്ങനെ വരുന്നത് കൂടുതലും നമ്മൾ ചില ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ട്. അത് സൂപ്പർ സ്റ്റാർസിനോ അല്ലെങ്കിൽ അത്രയും വാല്യൂ ഉള്ള സ്റ്റാർസിനോ ഒക്കെ ഉള്ള അവരുടെ ചില ടൈപ്പ് ഓഫ് മൂവീസ്. അതും ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ എല്ലാ മൂവീസും അല്ല. ഇപ്പം നമ്മൾ മമ്മൂക്കയുടെ കാതൽ നല്ല പടമാണ്. അത് എത്ര കോടി ക്ലബിൽ കയറിയെന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. നല്ല ചിത്രത്തിന്റെ പട്ടികയിലാണ് നമ്മൾ പെടുത്തുന്നത്. അതേപോലെ തന്നെ ആഭ്യന്തര കുറ്റവാളി എത്ര കോടി ക്ലബിലെന്ന് ആരും ചർച്ച ചെയ്യില്ല. ഉറപ്പാണ്. എത്ര കിട്ടിയാലും സന്തോഷമാണ് നിസാമിന്. വേറെ ഒരു കോടി ക്ലബിലേക്ക് കടക്കുന്നില്ല. ചിലപ്പോൾ ആസിഫ് പറഞ്ഞ പോലെ ലാർജർ ദാൻ ലൈഫ് ഇമേജ് എന്ന് പറയുന്ന ആസിഫ് അഭിനയിക്കാൻ പോകുന്ന പടത്തിനെ കുറിച്ച് ചിലപ്പോൾ എത്ര കോടി ക്ലബില്, അപ്പൊ പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്. അത് കുറച്ചൊരു വലിയ പടമായിട്ട് ക്യാൻവാസിൽ വരുമ്പോൾ അത് ചിലപ്പം അതർ ലാംഗ്വേജസ് അങ്ങനെയൊക്കെ ഈ കോടി ക്ലബ് എന്ന് പറയുമ്പോൾ അതർ ലാംഗ്വേജസിൽ പോകാൻ സാധ്യതയുണ്ട്. അതർ സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ഗൾഫിലും ഒക്കെ തന്നെ. അങ്ങനെ ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില കഥകളുണ്ട്. ഈ ആഭ്യന്തര കുറ്റവാളി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഹിന്ദിയിൽ പോലും ചിലപ്പം ഇത് എടുക്കാൻ നേരത്തെ വേറെ രീതിയിൽ കുറച്ച് സ്റ്റോറി ഒന്ന് മാറ്റേണ്ടി വരും. ഇവിടുത്തെ കേരളത്തിന്റെ അന്തരീക്ഷത്തിലുള്ള കാര്യമായിട്ടാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്ര കോടി ക്ലബ് എന്നുള്ള ഒരു മുൻവിധി നമുക്കുണ്ടാകില്ല. നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ചില ചിത്രങ്ങളാണ് ഇത്ര കോടി ക്ലബിൽ കടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആസിഫ് അലി എന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലേക്ക് ചിലപ്പം എത്തുമായിരിക്കും. പക്ഷെ ഇന്ന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം അദ്ദേഹത്തിന് താല്പര്യമില്ല, നമുക്ക് ചാർത്താനും താല്പര്യമില്ല. അദ്ദേഹം സൂപ്പർ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാനാണ് നമുക്ക് താല്പര്യം.